ഹായ്, സമയം 1:36. നമ്മളൊന്നും ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടെയാണ്, ഈ ബ്രേക്ക് ഔട്ടിലാണ്. ഓക്കെ, ഈ ബ്രേക്ക് ഔട്ടിൽ നിഫ്റ്റി നിഫ്റ്റി ഓഗസ്റ്റ് 24,500 100 ക്വാണ്ടിറ്റിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. 399. നമ്മൾ എസ് എൽ ബുക്ക് ചെയ്ത് 375 ഓർഡേഴ്സ് നോക്കിയാൽ മനസ്സിലാവും. 399 ബൈ ചെയ്ത് നമ്മൾ എസ് എൽ ബുക്ക് ചെയ്ത് 375, ഏകദേശം 25 പോയിൻറ്റ് പെർ ലോട്ടിന് പെർ ക്വാണ്ടിറ്റി നമുക്ക് ലോസ് ബുക്ക് ചെയ്ത് ടോട്ടൽ ലോസ് 23,850. നമുക്ക് 2,500 റൗണ്ട് ചെയ്യാം. ഓക്കെ, പക്ഷേ മാർക്കറ്റ് എന്താണ് ഇങ്ങനെ കളിക്കണമെന്ന് നമുക്കിപ്പോഴും മനസ്സിലാവില്ല. കാരണം ഒരുപാട് നാളായിട്ട് നമ്മൾ വോളിയം ഭയങ്കര കുറവ്, പക്ഷെ നമുക്ക് ടാർഗറ്റ് കാര്യങ്ങൾ കിട്ടുന്നില്ല. മാർക്കറ്റ് ടോട്ടലി ഒരു സെയിം ബേസ് നിൽക്കുന്നത്. ശരിക്കും നമ്മൾ എന്താ പറയുക, ഇന്നൊക്കെ ബാങ്ക് നിഫ്റ്റിയിലൊക്കെ നല്ല മൂവ് പ്രതീക്ഷിച്ച. കാരണം ഇതാണ് ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ഫ്രൈഡേ ഓഗസ്റ്റ് 2 മുതൽ ഏകദേശം ഈ ഒരു റേഞ്ചിലാണ്. അപ്പോൾ അവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് വന്നിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സസ്റ്റെയിൻ ചെയ്ത് നല്ല മൂവൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ യൂട്യൂബിൽ എഴുതി എന്താ പറയുക, കമ്മ്യൂണിറ്റി ടാബിൽ എഴുതി ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റി നല്ലൊരു മൂവ് പ്രതീക്ഷിക്കുന്നുണ്ട് പറഞ്ഞിട്ട്. ഏകദേശം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 ദിവസമായിട്ട് ഒരേ റേഞ്ചിലാണ്. ആക്ച്വലി ബാങ്ക് നിഫ്റ്റി ഒരു ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ നമുക്ക്, ബാങ്ക് നിഫ്റ്റി എല്ലാവർക്കും അറിയാമല്ലോ, ഒരു ബീസ്റ്റാണ്. നല്ലൊരു മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഈ ഒരു റേഞ്ചിൽ തന്നെ മാർക്കറ്റ് വെക്കണം. ഏകദേശം 51,162, ലോവർ സൈഡ് 49,826, ഏകദേശം ഒരു 1,500 2,000 പോയിന്റ് ഇല്ല, അതിൻ്റെ ഉള്ളിലാണ് ബാങ്ക് നിഫ്റ്റി അപ്പ് ആൻഡ് ഡൗൺ കളിക്കാം. എന്തായാലും നമുക്ക് നോക്കാം. പ്രൊഫൈൽ മെർജ് ചെയ്യുമ്പോഴൊക്കെ നല്ല ബെൽ ഷേപ്പ് പ്രൊഫൈലിന് നമുക്ക് കിട്ടും. നിഫ്റ്റിയിൽ നമ്മൾ ലോസ് ബുക്ക് ചെയ്ത ഏരിയ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വി വാപ്പിൻ്റെ അവിടെ താഴെ പോയപ്പോഴാണ് നമ്മൾ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റി നമുക്ക് മൂവ് പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നിനി വേറെ ട്രേഡും കാര്യങ്ങളൊന്നും ഇല്ല, അതാണ് നമ്മുടെ പൊസിഷൻ. ഓക്കെ.